Hello everyone, this is Aishwarya Bose from DCA Technologies. So let's start with our IFRS classes. IAS 23 ഇത്ര ഉള്ളൂ കേട്ടോ. അതിലങ്ങനെ ഭയങ്കര കാര്യമായിട്ടില്ല. അപ്പൊ ചില സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്റ്റാൻഡേർഡ് ആയിരിക്കും, ചില സ്റ്റാൻഡേർഡ് വലിയ സ്റ്റാൻഡേർഡാണ്. ഇപ്പൊ IFRS 9 ഒക്കെ വരാനിരിക്കുന്നുണ്ട്, അതൊക്കെ വലിയ സ്റ്റാൻഡേർഡുകളാണ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് പോകും. IAS 20 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാൻഡ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെന്റ് അസിസ്റ്റൻസ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ ബേസിക്കലി IAS 20 എന്തിനാണ്? ഗവൺമെന്റ് ഗ്രാന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്താ ഗ്രാന്റ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഗ്രാന്റ് എന്താണെന്ന്? ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരുന്നൊരു ഫണ്ട്. ഫ്രീ എന്ന് പറയണണ്ട, ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആണ്. ചിലപ്പോ അത് ഫ്രീ ആവണമെന്നില്ല, അവര് സബ്സിഡി ആവാം. ഇപ്പം നമ്മുടെ ഗ്യാസിന് നമുക്ക് വീട്ടിലൊക്കെ ഗവൺമെന്റ് സബ്സിഡി തരുന്നുണ്ട്. പിന്നെ ഈ കൃഷിഭവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പം നമ്മുടെ അഗ്രികൾച്ചറിന് മോട്ടർ ഒക്കെ 3000 rupees ഒക്കെ കൊടുത്ത് ഗവൺമെന്റ് മോട്ടർ തരും. സോറി. പിന്നെ അതുപോലെ ഗവൺമെന്റ് നമുക്ക് കുറെ ഹെൽപ്പുകൾ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ചിലത് ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവും, ഫ്രീ ആയിട്ട് തരുന്നത് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ചിലത് ലോ ഇൻട്രസ്റ്റിൽ തരുന്നുണ്ടായിരിക്കും. ഈ ലോണുകളൊക്കെ തരും ഗവൺമെന്റ്, അതൊക്കെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ തരുന്നില്ലേ, അതെല്ലാം എന്താണ്? ഗ്രാൻഡ് എമൗണ്ട് ആണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മോട്ടോർ ബൈ ചെയ്യാനായിട്ട് ഗവൺമെന്റ് തരുന്നു. ഈ മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ലൈക്ക് അതിനൊരു ലൈഫ് ഉണ്ടാവില്ലേ, മോർ ദാൻ 1 year എന്തായാലും ഗ്രാൻഡിന് ലൈഫ് ഉണ്ടായിരിക്കും. സോ ഇതെന്താണ്? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടി എന്തെങ്കിലും ഗ്രാൻഡ് ആണ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ ഗ്രാൻഡ് എന്ന് പറയും. ഒരു മിനിറ്റ്. ഓക്കെ, സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ക്യാപിറ്റൽ ഗ്രാൻഡ്. ഇനി അതേസമയം സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഇവിടെ ഞങ്ങളുടെ പെരുന്നാളാണ്, അപ്പോ അമ്പ് പോകുന്നതാണ്. എനിക്ക് നല്ല ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 minute മ്യൂട്ട് ചെയ്തിരിക്കാം. പൊക്കോളൂ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടിരുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ഒക്കെ തരണമെങ്കിൽ ക്യാപിറ്റൽ ഗ്രാന്റ്. ചില സമയത്ത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടി തരും. ഇപ്പൊ ഈ ഗ്യാസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഗ്യാസ് എന്താണ്? നമ്മളൊരു ഒരു എക്സ്പെൻസ് ആണല്ലേ നമ്മുടെ. അപ്പൊ ആക്ച്വലി ഒരു 1000 rupees ഒക്കെ ഉള്ള ഗ്യാസ് എത്രയാണ്? 1000 നിയർ ബൈ ആയിട്ടുണ്ട്. ആ ഒരു ഗ്യാസിന് 300 or 400 എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അതെന്താണ്? റവന്യൂ ഗ്രാന്റുകളായിരിക്കും. അപ്പൊ ഗവൺമെന്റ് ഗ്രാന്റ് 2 രീതിയിൽ വരാം, ക്യാപിറ്റൽ ഗ്രാൻഡും വരാം, റവന്യൂ ഗ്രാൻഡും വരാം. എന്താ അതിന്റെ അർത്ഥം? എന്തെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോൺ കറന്റ് അസറ്റിനൊക്കെ വരികയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗ്രാൻഡ്. ഇവിടെ ഇപ്പൊ പേറോൾ കോസ്റ്റ്, ആക്ച്വലി ഇത് റവന്യൂ എക്സ്പെൻസ് എന്നേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ ആണ് പേറോൾ എന്നൊക്കെ പറയുന്നത്. പേറോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഇതില്ലേ. അപ്പൊ അതില് നിങ്ങൾക്ക് എവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ? വർക്കിംഗ് ആണോ? എവിടെയാണ്? ദുബായില്. ഇത് പറഞ്ഞ ജോസഫ് അല്ലേ? ഓക്കെ. നൗറിൻ? ഷാമില് വർക്കിംഗ് ആണ്. എവിടെയാണ്? മാനുഫാക്ചറിംഗ്. തോമസ്? ഞാൻ ദുബായിലായിരുന്നു, അവ ക്യാൻസൽ ചെയ്ത് നാട്ടിലാണ്. തിരിച്ചു പോണം, വിസിറ്റിൽ പോണം. ഓക്കെ, ജോബ് നോക്കാനല്ലേ? അതെ അതെ. ഓക്കെ. ദുബായ് തന്നെയാ? ഷാർജയിലായിരുന്നു. ഓക്കെ. നിങ്ങൾക്ക് വർക്ക് അപ്പൊ നാട്ടിലൊന്നും എക്സ്പീരിയൻസ് ഇല്ല? അല്ല, നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എല്ലാവരും നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? നാട്ടില് ഞാൻ ഒരു 2-3 വർഷം മറ്റേ ടാക്സ് പേഴ്സൺസ് ഉണ്ടായിരുന്നു, ഓഫീസൊക്കെ ഉണ്ടായിരുന്നു.
ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നൗരൻ വർക്കിംഗ് ആണോ? ഓക്കെ, ഞാൻ ചോദിച്ചു വർക്കിംഗ് ആണോ ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ദുബായിൽ ഇങ്ങനെ PF എനിക്കറിയത്തില്ല അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്. എന്റെ അറിവനുസരിച്ചിട്ട് അവിടെ ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അവിടെ നിങ്ങളുടെ? ഇല്ലല്ലോ, എന്റെ അറിവിലും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഇവിടെ PF എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആ ഒരു PF-ലേക്ക് ഗവൺമെന്റ് 3 something അല്ലേ? മറ്റേ ടോട്ടൽ 12%. ഓക്കെ ഓക്കെ, CMA ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റഡ് ആണല്ലേ? ഓക്കെ ഓക്കെ, CMA ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ CMA ഫൈനൽ അപ്പ് ജൂണിൽ എഴുതുന്നുണ്ടോ? ജൂണിലല്ലേ വരുന്നത്? CMA ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. CMA ഫൈനലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് CMA മെമ്പറിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ACCA കൂടി എടുത്തോ, നല്ലതായിരിക്കും. അധികം പേപ്പറുകൾ എഴുതേണ്ടി വരത്തില്ല. എക്സംഷൻ ഉണ്ടായിരിക്കും. MOU ഉണ്ട് CMA ആൻഡ് ACCA ബിറ്റ്വീൻ. അപ്പൊ പുറത്തോട്ടൊക്കെ നോക്കുന്ന CMA-കാരാണെന്നുണ്ടെങ്കിൽ ACCA കൂടി എടുത്തോ, നല്ലതായിരിക്കും. എത്ര പ്രസൻസ് ഉണ്ട്? കുറെ പേപ്പർ ഉണ്ട്. ഫൈനൽ പേപ്പർ മാത്രം എഴുതിയാൽ മതി, 4 പേപ്പർ എഴുതിയാൽ മതി എന്നാണ് എന്റെ ഒരു ഓർമ്മ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുപോലെ തന്നെ ACC കംപ്ലീറ്റ് ആയവർക്ക് CMA ടാക്സും പിന്നെ ലോയും പിന്നെ ഒരു പേപ്പർ കൂടിയുണ്ട്. ടാക്സും ലോയും മാത്രം എഴുതിയാൽ മതി. നമ്മുടെ ഇന്ത്യൻ CMA-യും ഇവിടെ ദുബായിൽ CMA-യും കമ്പാരിറ്റീവ്ലി ദുബായാണ് എളുപ്പം കുറച്ച്. ദുബായ് CMA കാര്യം എനിക്ക് അറിയത്തില്ല. ഷാമിലും CMA ആണോ? ഇല്ലല്ല, ഞാൻ ചെറിയതൊരു നോക്കിയായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ സമയമില്ലാതെ അങ്ങനെ. CMA US ആണോ? CMA US ഞാൻ കേട്ടിട്ടുണ്ട്. ദുബായ് CMA അങ്ങനെ CMA ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ദുബായ് CMA US ആണ്. ഞാൻ CMA US ആണ്. ആണല്ലേ? ഓക്കെ. CMA US കുറച്ചും കൂടി എളുപ്പമാണെന്ന് ഞാൻ എളുപ്പമാണ്. ദുബായ് US ആണ്. ഇന്ത്യൻ CMA കുറച്ചും കൂടി ടഫാണ്. കുറച്ച് പേപ്പേഴ്സ് കൂടുതലുണ്ട്. പക്ഷെ ഗ്ലോബലി അക്സെപ്റ്റൻസ് എനിക്ക് തോന്നുന്നു US CMA-ക്കാണ്. ഇവിടെ 2 പേപ്പർ എഴുതാനുള്ളൂ ശരിക്കും. എന്താണെന്ന്? ഇവിടെ 2 പേപ്പറേ ഉള്ളൂ. പക്ഷേ 2 പേപ്പർ ആണെന്ന് പറഞ്ഞാലും അതൊരു ഗ്രൂപ്പാണ്. അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഭയങ്കര ഡെപ്തിലോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഞാൻ നാട്ടിൽ ചെയ്തവർ പറഞ്ഞു കമ്പാരിറ്റീവ്, ഞാൻ സിലബസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു കമ്പാരിറ്റീവ്ലി ടഫ് നാട്ടിലത്തെയാണെന്ന് പറഞ്ഞു. ആക്ച്വലി വളരെ ഓപ്പൺ. ഇന്ത്യൻ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറെ പഠിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബൈഹാർട്ട് ചെയ്ത് നമ്മൾ ഓർമ്മ, അവർ നമ്മുടെ മെമ്മറി പവർ ആണ് കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് US CMA ആയിക്കോട്ടെ, വേറെ ഏത് ടൈപ്പ് ഓഫ് ഇന്റർനാഷണൽ കോഴ്സ് വരാണെന്നുണ്ടെങ്കിലും അവിടെ മെമ്മറി പവറിനേക്കാൾ കൂടുതലും ലോജിക്കൽ തിങ്കിങ്ങും കോൺസെപ്റ്റ്സും അതൊക്കെ ആയിരിക്കും ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. അത് പാസ് ഔട്ട് ആവുന്ന പിള്ളേരിലും ആ ഒരു ഡിഫറൻസ് കാണാം. പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചുമ്മാ അതാക്കി പഠിച്ച് പോകണം. അതുകൊണ്ട് ഒരുപാട് എഫേർട്ട് ഇടണം. ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് CA ആക്ച്വലി ടഫ് ആണെന്ന് പറയുന്നത് കൂടി. കാരണം ACCA ടഫ് ആണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ലൈക്ക് ഞാൻ ACC ആയതുകൊണ്ട് പറയുന്നതല്ല, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആണ്. അത് നമുക്ക് വേറൊരു ആൾക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും കാണുമ്പോഴാണ് അതിന്റെ നല്ലൊരു വ്യത്യാസം മനസ്സിലാവുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അത് ഒരാൾക്കും ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാവാണ്ടൊന്നും പാസ്സാവാൻ പറ്റത്തില്ല. കാരണം പക്ഷേ നമ്മളെ കൊണ്ട് നടക്കാതെ ഒഴിവാക്കിയതാ. നാട്ടില് CA പഠിച്ചാലും എനിക്കും ഉണ്ട് CFN. പക്ഷെ കോൺസെപ്റ്റ്സ് എത്രത്തോളം ഓക്കെ ആണെന്ന് എനിക്കറിയത്തില്ല. വ്യത്യാസങ്ങളുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എനിക്ക് പേഴ്സണൽ പ്രിഫറൻസ് ACC തന്നെയായിരിക്കും. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ നമ്മൾ തിരിച്ചു വരായിരുന്നു. അപ്പൊ ഞാൻ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ പേറോൾ കോസ്റ്റിലൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തായിരുന്നു? റവന്യൂ ഗ്രാന്റ്. ഇനി ഗ്രാന്റിന് നമ്മൾ എങ്ങനെയാണ്
റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബുക്സിലേക്ക് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്സിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീസണബിൾ അഷുറൻസ് ഉണ്ടായിരിക്കണം ഈ ഗ്രാൻഡ് റിസീവ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ അതിന്റെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇതൊരു റെസിപ്റ്റ് കിട്ടുക, അപ്പൊ പിന്നെ ധൈര്യമായി, നമുക്ക് എന്തായാലും അറിയാം അത് കിട്ടി എന്നുള്ള കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏറെക്കുറെ റീസണബിൾ ഏറെക്കുറെ അല്ല, ഓൾമോസ്റ്റ് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കണം നമുക്ക് ഈ ഗ്രാൻഡ് എമൗണ്ട് റിസീവ് ചെയ്യുന്നു. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ബുക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ, ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇനി നമ്മൾ ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുഴപ്പമൊന്നുമില്ല. ഷോൺ ആസ് എൻ ഇൻകം ഇൻ SOPL ബൈ മാച്ചിങ് ഇറ്റ് വിത്ത് റിലേറ്റഡ് എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ, ടോട്ടലി പേറോളിന്റെ കോസ്റ്റ് വന്നത് $10,000 ആണ്. ഇതിന്റെ 40% ആണ് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേറോളിന്റെ കോസ്റ്റ് അവിടെ നോട്ട് ചെയ്തില്ല, എക്സ്പെൻസ് എന്ന് പറഞ്ഞതില്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി, 10,000 4,000 ഡിഡക്ട് ചെയ്യുന്നു, 6,000 ഇൻക്ലൂഡ് ചെയ്യുക. വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. ആ ഗ്രാൻഡ് എമൗണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ റെഡ്യൂസ് ചെയ്താൽ മതി. ആൻഡ് നെറ്റ് എമൗണ്ട് ആയിരിക്കണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരണില്ല. പക്ഷെ ക്യാപിറ്റൽ ഗ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മെത്തേഡ് വരുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ദ ഗ്രാൻഡ് അഗെയിൻസ്റ്റ് ദ കോസ്റ്റ് ഓഫ് ദി നോൺ കറന്റ് അസറ്റ് ആൻഡ് ഡിപ്രീഷിയേറ്റ് ദ റെഡ്യൂസ്ഡ് കോസ്റ്റ്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ ഒരു ഡെഫേർഡ് ഇൻകം ആയിട്ടാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ ഗ്രാൻഡ് ചെയ്യാം. പക്ഷെ റവന്യൂ ഗ്രാൻഡ് അങ്ങനെയൊന്നും വരുന്നില്ല, സിമ്പിൾ ആണ്. എന്താണോ നമ്മുടെ എക്സ്പെൻസ് വരുന്നത് ആ ഒരു എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാൻഡ് എമൗണ്ടിനെ കുറയ്ക്കണം, നെറ്റ് ബാക്കിയുള്ള എക്സ്പെൻസിനെ നമുക്ക് അവിടെ കാണിക്കുകയാണ്. ഇനി ക്യാപിറ്റൽ ഗ്രാൻഡ് ഞാനൊരു ഇലുസ്ട്രേഷൻ പോലെ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോ ഇലുസ്ട്രേഷൻ പോലെ നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു പ്ലാന്റ് ആണ്, അപ്പൊ ആ ഒരു പ്ലാന്റ് 50,000 അതിന്റെ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിലെ ഗ്രാൻഡ് എമൗണ്ട് വരുന്നത്, ഗ്രാൻഡ് എമൗണ്ട് എത്രയാണ്, 10,000 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാൻഡിനെ നോൺ കറന്റ് അസറ്റിൽ നിന്ന് കുറയ്ക്കുന്ന പറഞ്ഞേക്കണേ. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് ബുക്സിലെ അസറ്റ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രയായി, 50,000 മൈനസ് 10,000 40,000 ആയിരിക്കും ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഒരു പ്ലാന്റിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 years ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് പോവും അല്ലെ. ഇപ്പൊ 40,000 ഡിവൈഡഡ് ബൈ 5, എത്ര ഡിപ്രീസിയേഷൻ, 8,000. ആദ്യത്തെ വർഷത്തിലെ അവസാനം നമ്മൾ ഡിപ്രീസിയേഷൻ എല്ലാം പേ ചെയ്ത് വരുമ്പോൾ എത്രയായി ബാലൻസ്, 32,000. ഇയർ 1 നമ്മൾ 40,000 ഉണ്ടായിരിക്കും സ്റ്റാർട്ടിങ്ങില്. ആ 40,000 8,000 നമ്മൾ പേ ചെയ്യുന്നു, അല്ലെ പേ അല്ല ഡിപ്രീസിയേഷൻ വരുന്നത്, പിന്നെ 32,000. അങ്ങനെ നമ്മൾ 5 വർഷത്തേക്ക് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്തു പോവാണ്. ഞാനിത് കണ്ടിന്യൂ ചെയ്തു പോവാണ്ടേക്ക് അറ്റ് ലാസ്റ്റ് നോക്കിക്കേ, ഇതിവിടെ 0 ആയി. അപ്പൊ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ 40,000 ആദ്യം അസറ്റിന്റെ വാല്യൂ വയ്ക്കാൻ മതി. ഇപ്പൊ ഈ ഒരു എക്സ്പെൻസ് ചെയ്ത പോലെ തന്നെ അല്ലെ, ഗ്രാൻഡ് എമൗണ്ടിന് എന്ത് ചെയ്യാണ്, നോൺ കറന്റ് അസറ്റിൽ നിന്ന് അങ്ങ് കുറച്ചു, പിന്നെ ആ ഒരു ബാലൻസ് എമൗണ്ടിനെ അങ്ങ് ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോയി, നോർമലി ചെയ്യുന്ന പോലെ. അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഡെഫേർഡ് ഇൻകം. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളോട് ഇയർ 2 ഇയർ 3 ഒക്കെ വന്നിട്ട് ഇവിടെ ഗ്രാൻഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. ഫസ്റ്റ് ഇയറിൽ ഓക്കെ, അവിടുത്തെ ബുക്കിൽ പിന്നെ ഇവിടെ കാണാതിരിക്കും. പക്ഷെ ഇതിനകത്താവുമ്പോൾ എവിടെ ഗ്രാൻഡ്, അസറ്റിന്റെ എമൗണ്ട് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഗ്രാൻഡ് എവിടെയാ നമുക്ക് അറിയുന്നില്ല. അപ്പോ സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മെത്തേഡ്, 2 മെത്തേഡ് ഉണ്ട്. ഇതിൽ ഇനി ഏത് മെത്തേഡാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ, ഏത് മെത്തേഡാണ് എടുക്കേണ്ടത്. അത് കംപ്ലീറ്റ്ലി ഒരു മാനേജ്മെന്റ് ഡിസിഷൻ ആണ്. അവർക്ക് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യാൻ തോന്നുന്നത്